അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കുറച്ച് പെരുന്നാൾ വിശേഷങ്ങളും അതുപോലെ ഒരു ചെമ്മീൻ ചോറിൻ്റെ ഒരു റെസിപ്പി കൂടിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇത്തരം വ്ളോഗ്സൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻസിൽ അറിയിക്കാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇത് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. മക്കളുടെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ട്, അപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മൈലാഞ്ചി ഇടാൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ടൈമൊക്കെ എടുത്ത് ആസ്വദിച്ച് അതിങ്ങനെ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. പണ്ടേ തൊട്ടിട്ട് എനിക്ക് മൈലാഞ്ചി ഇടാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇനി ഇത് ചോക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം. അങ്ങനെ പിന്നെ പിറ്റേ ദിവസമായപ്പം നമ്മളെ പെരുന്നാൾ ദിവസം ഭയങ്കര ഡസ്റ്റി ഡേ ആയിരുന്നു. അതായത് നല്ല പൊടിക്കാറ്റുള്ള ഒരു ദിവസം. അങ്ങനെ കൈയൊക്കെ ചുവന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ മക്കളുടെയൊക്കെ. വലിയ കുഴപ്പമില്ലാതെ. പിന്നെ അതിങ്ങനെ ഇരിക്കും തോറും ഇത് ചുവപ്പ് ഇങ്ങനെ കൂടി കൂടി വരുമല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ രാവിലെ ഫജറിൻ്റെ മുന്നേ തന്നെ എണീറ്റ് വേഗം കുറച്ച് ചെറിയ സ്നാക്സൊക്കെ ഉണ്ടാക്കി. പഴംപൊരി, അതേപോലെ കുറച്ച് സമൂസ. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന കുറച്ച് സ്നാക്സ് ആണല്ലോ. സമൂസയൊക്കെ റെഡി ഉണ്ടാക്കി ഫ്രൈ ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കുറച്ച് സമൂസ. അതോടുകൂടി സമൂസക്കാലം ഒരുവിധം കഴിഞ്ഞു എന്ന് തന്നെ പറയാമല്ലേ. അപ്പോൾ കുറച്ച് പഴംപൊരി, സമൂസ, അതേപോലെ കുറച്ച് എഗ്ഗ് ഫ്രൈ ചെയ്തത്, ബോയിൽ ചെയ്തിട്ട് ചില്ലി പൗഡറൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ചെറിയ കുറച്ച് സ്നാക്സൊക്കെ, കാരണം എന്തായാലും കുട്ടികൾക്കൊക്കെ വിശക്കുമല്ലോ രാവിലെ. അപ്പോൾ ഏർലി മോർണിംഗ് നമ്മൾ പള്ളിയിൽ പോണതിൻ്റെ ആ ഒരു സമയത്ത് കഴിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ കൈയൊക്കെ നല്ല ചുമന്നിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിങ്ങനെ ഡിസൈൻ വരക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ പിന്നെ എത്ര പെട്ടെന്നല്ലേ നമ്മളുടെ ഈ റംളാന് പോയത്. കണ്ണടച്ച് തുറക്കണതിൻ്റെ മുന്നേ ഒരു മാസം പോയി എന്ന് പറയാം വേണമെന്നുണ്ടെങ്കിൽ. കാരണം അത്ര സ്പീഡിലാണ് ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ശരിക്ക് സമയത്തിന് നമുക്ക് നമ്മളുടെ കയ്യിൽ പിടിച്ചാൽ കിട്ടുന്ന ഒരു സംഭവമൊന്നുമല്ല. പക്ഷെ നമ്മുടെ ഓർമ്മകളും നമ്മളുടെ പിന്നെ എന്താ പറയുക, മെമ്മറീസൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നല്ല നല്ല മൊമെൻറ്റ്സാക്കി നമുക്ക് മാറ്റാൻ പറ്റും. നല്ല മൊമെൻറ്റ്സ് ആകുമ്പോൾ നമ്മളുടെ ഓർമ്മയിൽ അത് ലാസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ പെരുന്നാളൊക്കെ അതേപോലെയാണ്. ആ ദിവസത്തിനെ നമ്മൾ കൂടുതൽ നല്ല ഭംഗിയുള്ളതാക്കുക എന്ന് പറയുമ്പോൾ അതിൽ കുറേ നിമിഷങ്ങൾ, സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു എലമെൻറ്റ്സ് ഓഫ് ജോയ് നമ്മൾ. അപ്പോൾ അങ്ങനെ എലമെൻറ്റ്സ് ഓഫ് ജോയ് എന്ന് പറയുമ്പോൾ ഈ ഫോട്ടോ എടുക്കലും ഭക്ഷണം കഴിക്കലും ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യലും പിന്നെ റിലേറ്റീവ്സിനെ കാണലും ഒക്കെ അതിൻ്റെ ആ എലമെൻറ്റ്സ് ഓഫ് ജോയ് തന്നെയാണല്ലേ. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ഓൾ ടുഗദർ അതൊക്കെ തന്നെയാണ് നമുക്ക് നല്ല മെമ്മറീസും നല്ല മൊമെൻറ്റ്സും ലാസ്റ്റ് ചെയ്യുന്ന മൊമെൻറ്റ്സും ഒക്കെ തരുന്നത്. ഇത്രയൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആവണം അല്ലേ. കാരണം അത്രത്തോളം പ്രശ്നങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ നമുക്കിങ്ങനെ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിന് റെസ്പോൺസിബിളും കൂടി ആവണം അല്ലേ. മറ്റുള്ളവരോട് നമ്മൾ റെസ്പോൺസിബിളും കൂടി ആവണം. അവർ പറ്റുന്ന രീതിയിലൊക്കെ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് സഹായിക്കാനും കൂടിയുള്ള മനസ്സ് നമുക്ക് ഇതൊക്കെ അനുഭവിക്കുന്നതിൽ കൂടി ചെയ്യാനും നമുക്ക് സാധിക്കണം അല്ലേ. അപ്പോൾ അതും കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം ഒരു ഭാഗം ആൾക്കാരെ പിന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റൊരു ഭാഗം അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർ അപ്പുറത്തുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെ ഉള്ള ആൾക്കാരൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യും വേണം. അപ്പോൾ എന്തായാലും റംളാനാണ്, ഒരുപാട് സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു മാസം കൂടിയാണ്. പക്ഷേ കൂടുതൽ ചെയ്യാൻ നമ്മൾക്ക് മനസ്സുണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ അതേപോലെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. ഉച്ചയ്ക്ക് നമുക്ക് കമ്മ്യൂണിറ്റി ഒരു ഗ്യാതറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ വീണ്ടും ഈവനിങ് ആയപ്പോൾ നമ്മൾ മഗ്‌രിബ് കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങി. കാരണം ഹസ്ബൻഡിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്നൊക്കെ പറയാം, ഒരുപാട് കൊല്ലമായിട്ട് കണ്ടിട്ടുള്ള ഒരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് ദമാമിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം അവരെ കാണാൻ, അവരെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കാണാൻ പോയി. അപ്പോൾ അവർ താമസിക്കുന്ന അടുത്ത് തന്നെയാണ് പിന്നെ എന്താ പറയുക, ഈ മിസൈലും ഇഷ്യൂസും അവിടെ ഇഷ്യൂസ് ഉണ്ടായതൊക്കെ, വാറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും മരണം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ
കൺമുന്നിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആരുടെയും ലൈഫിനൊന്നും ഒരു ഉറപ്പുമില്ല. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എല്ലാവരെയും എന്താ പറയുക, എല്ലാവരും സേഫായിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ള സമയം നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുക, എൻജോയ് ചെയ്യുക, മറ്റുള്ളവരെ കഴിയുന്ന പോലെയൊക്കെ സഹായിക്കുക, എല്ലാവരോടും നമുക്ക് നല്ല രീതിയിൽ പെരുമാറാൻ കഴിയുക എന്നൊക്കെ ഉള്ളതാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി, നമ്മൾ ആ ഒരു ദിവസമൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ, അതായത് ഇന്നാണ് ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്, അതായത് പെരുന്നാളിൻ്റെ നെക്സ്റ്റ് ഡേ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാം. പക്ഷെ പെട്ടെന്ന് കഴിയുന്ന എന്തെങ്കിലും ഉണ്ടാക്കാം. സത്യം പറഞ്ഞാൽ ഒരു ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു എളുപ്പമുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയുള്ളൊരു ഡിഷാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയും കൂടിയാണിത്. പിന്നെ അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് പണി തീരും. ഒരുപാട് പാത്രങ്ങളോ ഒന്നും ആവശ്യമില്ല ഇതിന്. ആ പാത്രം എടുത്ത് ഈ പാത്രം എടുത്ത് അങ്ങനെയൊന്നും വേണ്ട, വൺ പോട്ട് മീലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെമ്മീൻ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വെറുതെ ഉപ്പും മുളകും കുറച്ച് പെരുംജീരകപ്പൊടി ഇട്ടിട്ട് ചെമ്മീൻ പൊരിച്ച് ഒരു 450 ഗ്രാംസിൻ്റെ ചെമ്മീൻ ആണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് പൊരിച്ചിട്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് സാധാരണ നമ്മൾ ബിരിയാണി മസാലയൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ തന്നെ അതേ എണ്ണയിൽ നെയ്യ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തത്. അപ്പോൾ അതേ എണ്ണയിൽ തന്നെ കുറച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഒക്കെ ഇട്ട് നന്നായി വഴറ്റി, സവാള 2 എടുത്തു, തക്കാളി 3 എടുത്തു. എന്നിട്ട് ഇതൊക്കെ നന്നായി വഴറ്റി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മുളക് പൊടി ഇല്ല കേട്ടോ, ഗരം മസാല. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റി കുറച്ച് കറിവേപ്പില, മല്ലിയില, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്, ഇതെല്ലാം ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയിട്ട്, കാരണം ഇതൊക്കെ ചെറിയ പീസായിട്ട് തന്നെ അരിഞ്ഞിടാൻ ശ്രമിക്കുക. കാരണം ഇത് റൈസിൻ്റെ കൂടെ നമ്മൾ കഴിക്കുമ്പോൾ അതിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് മാറ്റേണ്ട അവസ്ഥ വരരുത്. കാരണം പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അവർക്കിങ്ങനെ ഓരോന്ന് വായിൽ തടഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കറിവേപ്പില എടുത്ത് മാറ്റും, അത് മാറ്റും. അപ്പോൾ കറിവേപ്പില എന്തായാലും ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ സവാളയൊക്കെ വലിയ പീസായിട്ടിടണേക്കാട്ടി നല്ലത് ചെറിയ പീസായിട്ടിടുകയാണ്. പിന്നെ അതേപോലെ തക്കാളിയൊക്കെ പെട്ടെന്ന് സ്മാഷ്ഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ പീസിൽ ചെയ്യുക. പിന്നെ ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നൊരു സംഭവം എന്ന് പറയുന്നത് തേങ്ങയാണ്. അപ്പോൾ ഒരു നല്ല ഹാൻഡ്ഫുൾ ഓഫ് തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കൈ ചെറിയാണ്, അപ്പോൾ ചെറിയ കൈയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 2 പിടി ഇട്ടിട്ടുണ്ട്. നിങ്ങളെ കൈ വലിയ കൈയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വലിയ പിടി ഇട്ടാലും മതി. ഓക്കെ, അപ്പോൾ അത്രയും നമ്മൾ ആഡ് ചെയ്ത്, പിന്നെ ഞാൻ ഈ 450 ഗ്രാംസ് ഓഫ് ചെമ്മീന് എടുത്തിട്ടുള്ളത് 2 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിൽ തന്നെ വെക്കാൻ നോക്കുക, ചോറിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ 2 കപ്പ് അരി. അപ്പോൾ ഞാൻ ഈ മസാല ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അതിൽ കുറച്ച് ഈ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ആഡ് ചെയ്തത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, പച്ചവെള്ളം തന്നെയാണ് കേട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ പച്ചവെള്ളം 4 ഗ്ലാസ്, അതിൻ്റെ കൂടെ അരി ഇട്ട് കൊടുത്ത് എല്ലാം കൂടിയിട്ട് ജസ്റ്റ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് നന്നായി നോക്കുക. ഉപ്പ് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക, കാരണം അരിയിലൊക്കെ പിടിക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഇട്ട് ഇത്രയുള്ളൂ പണി. നമ്മളത് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇത് വറ്റിക്കുന്ന സമയത്ത് 4 കപ്പ് എന്ന് പറയുന്നത് ഞാനൊരു 4.5 കപ്പോളം, വീണ്ടും 1/2 കപ്പോളം കൂടുതൽ ഞാൻ പിന്നെ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഹൈ ഫ്ലെയിമിലിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം ആവിയായി പോകും. അപ്പോൾ നിങ്ങൾ ഒറ്റ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ലോ ഫ്ലെയിമിലേക്കാക്കിയിട്ട് അങ്ങനെ കുക്ക് ചെയ്ത് വറ്റിച്ചിട്ട് എടുക്കുക എന്നുള്ളതാണ്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ളത് കറക്റ്റാണ് കേട്ടോ, ഫ്ലെയിം കറക്റ്റാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നിട്ട് അതിനെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക വറ്റി വരുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്, എന്നാൽ നല്ലോണം വറ്റിയിട്ടുമില്ല. ആ ഒരു രീതിയിലാകുമ്പോൾ നമ്മൾ പൊരിച്ച് വെച്ച ചെമ്മീൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഈ ഒരു റൈസിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ട് വീണ്ടും അത് നന്നായി വറ്റി വേവിക്കാനായിട്ട് വെക്കുക. ബാക്കിയുള്ള ചെമ്മീൻ നമുക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളത് അതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിൻ്റെ മേലെ ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമാണല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിങ്ങനെ വറ്റിച്ച് ഒക്കെ ഇനി എടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ വീണ്ടും ഇത് ഒന്ന് വറ്റിച്ചെടുക്കുക.
അപ്പോൾ റൈസ് റെഡിയായി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാവുന്ന ഒരു ഡിഷാണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതായത് ചെമ്മീൻ ചോറ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻസിലൊക്കെ അറിയിക്കുക. അതേപോലെ നിങ്ങൾ പെരുന്നാളിന് കുക്ക് ചെയ്തോ, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയോ, ഇതൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ബൈ.